ഒരു വല്ലാത്ത കാലത്തിലാണ് നമ്മളായിരിക്കുന്നത്. വല്ലാത്ത എല്ലായിടത്തും ബുദ്ധിമുട്ടും പ്രയാസവും രോഗവും ക്ഷാമവും ബുദ്ധിമുട്ടും എല്ലാം എല്ലായിടങ്ങളിലും വ്യാപരിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ മധ്യത്തിൽ ദൈവമക്കൾ ലഭിക്കുന്ന സന്ദർഭങ്ങൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുക. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുക. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിലേക്ക് വന്നു. ഇനിയുള്ള സമയങ്ങളിലെ കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. ജോണച്ചാൻ പറഞ്ഞ പോലെ വെളിപ്പാട് പുസ്തകം ഒന്നും ഉടനെ തീരാൻ പോകുന്നില്ല. കാരണം അതുപോലെ ആഴമായ കാര്യങ്ങളാണ് ഇനി ഈ 3 അധ്യായങ്ങളിലുള്ളത്. ഇതുവരെയുള്ള കാര്യങ്ങൾ നമ്മളിങ്ങനെ ഇത്രയും നാളുകൊണ്ട് പോകുന്നെങ്കിലും ആഴമായ കാര്യങ്ങൾ ഒത്തിരി വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് പഠിക്കാനുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിലേക്കും ആ കാര്യങ്ങൾ വരുവാനിടയായിത്തീരും. സ്തോത്രം. അങ്ങനെ അത് പഠിക്കുമ്പോൾ, ഇത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ലോകത്തിൽ വല്ലാത്തൊരു ഭയത്തിൻ്റെതായ അനുഭവം ഉണ്ടാകും. നമ്മൾ ഈ വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോഴാണ് കർത്താവിൻ്റെ തീക്ഷ്ണതയും കർത്താവ് പ്രവർത്തിക്കുന്നതും ഒക്കെ നമുക്ക് മനസ്സിലാകാൻ കഴിയത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇതുവരെയും നമ്മുടെ വിശ്വാസത്തിൽ ഒന്നും ആയിട്ടില്ല എന്ന് നമുക്ക് തോന്നുവാനായിട്ടിടയായിത്തീരും. ഇത് ഒന്നും താല്പര്യമില്ലാതെ നമ്മൾ പോയെന്ന് പറഞ്ഞാലും സ്തോത്രം, ഹല്ലേലൂയ, ഒരു ദിവസം താല്പര്യപ്പെടേണ്ടി വരും. ഹല്ലേലൂയ. ഈ വെളിപ്പാട് കേൾക്കുന്നത് തന്നെ ഒരു ഭാഗ്യമാണ്. പക്ഷേ വെളിപ്പാട് കേൾക്കുക എന്ന് പറഞ്ഞാൽ വെളിപ്പാടൊന്ന് പഠിക്കാൻ തുടങ്ങിയാൽ അതിന് തന്നെ പല തടസ്സങ്ങളാണ്. പ്രസംഗിക്കാൻ തുടങ്ങിയാൽ അതിൻ്റേതായ തടസ്സങ്ങളാണ്. ഒന്നിൽ ഒച്ച പോവും, അല്ലെ തുമ്മോ, എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ വരും. കാരണം പിശാചിനും അറിയാം അവനൊരു അന്ത്യമുണ്ടെന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് അവനറിയാം. അപ്പോൾ ഇതിനെക്കുറിച്ച് ആളുകളോട് പറയുന്നത് സ്തോത്രം പിശാചിന് ഒരിക്കലും ഇഷ്ടമല്ല. നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്, നമ്മൾ മഹാപീഡനത്തെക്കുറിച്ച് ചിന്തിച്ചായിരുന്നു. ഗ്രേറ്റ് ട്രിബുലേഷൻ, യാക്കോബിൻ്റെ കഷ്ടകാലം. ഈ വെളിപ്പാട് പുസ്തകത്തിലെ പല കാര്യങ്ങളും പല ആശയക്കുഴപ്പങ്ങളുണ്ട്. പലരും പല രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത്. ഒരു വ്യാഖ്യാനം വരണമെങ്കിൽ അതിനൊരു തെളിവുകളൊക്കെ വേണം. അപ്പോൾ പലരും പല രീതിയിൽ വ്യാഖ്യാനിക്കും. അതാണ് ശരിയെന്ന് തോന്നരുത്. സ്തോത്രം, ഹല്ലേലൂയ. പലരും പല രീതിയിൽ സ്തോത്രം സംസാരിപ്പാനിടയായിത്തീരും. ഞാൻ പല പുസ്തകങ്ങൾ റെഫർ ചെയ്യുകയും പല കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും പിന്നെ നമുക്ക് ദൈവം തരുന്നൊരു നിയോഗമൊക്കെ വെച്ച് പരമാവധി കുഴപ്പമില്ലാത്ത രീതിയിലാണ് ബൈബിളിൻ്റെ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിനകത്ത് എനിക്കൊരു വാശിയില്ല, ഇനി ഞാൻ പറയുന്നതല്ല ശരി, ഞാൻ പിന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവേ നിൻ്റെ ഹിതമല്ലാത്തതൊന്നും പറയാൻ എന്നെ ഇടയാക്കരുതേ എന്ന്. കാരണം ഇതിൻ്റെ ഉടമസ്ഥൻ ആരാ? ദൈവമാണ്. അപ്പം നമ്മുടെ അറിവ് കേടുകൊണ്ടാണേലും നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ പ്രശ്നമാണ്. അറിവുകേടാന്നോർത്ത് ട്രാൻസ്ഫോമറിൻ്റെ ഫ്യൂസ് ഉരിയേച്ച് അവിടെ കയറി കൈവച്ചാൽ അറിവുകേടാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഉടനൊരൊച്ച കേൾക്കാൻ പറ്റും. അപ്പോൾ ഈ കാര്യം നമ്മുടെ അറിവുകേട് കൊണ്ട് പോലും നമ്മൾ വേദപുസ്തകത്തിലെ ഒരു കാര്യം നമ്മൾ വെറുതെ തർക്കിക്കുകയും മത്സരിക്കുകയും ചെയ്യരുത്. ഒരാളൊരു കാര്യം പറഞ്ഞാൽ അങ്ങനെയാണോ നാം ഒന്ന് ചിന്തിക്കുക. സ്തോത്രം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, യഹോവാസാക്ഷികളുണ്ട്, യേശുനാമക്കാരുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ അങ്ങനെയുള്ള ആളുകളുണ്ട്. ഇത് ത്രിയേക ദൈവത്തിൻ്റെ ഓരോരോ കാര്യങ്ങളാണ്. അപ്പം അതിനെതിരായിട്ട് നമ്മൾ പറയുമ്പം ദൈവത്തോട് നമ്മൾ പാപം ചെയ്യാനിടയായിത്തീരും. ആ സമൂഹത്തോട് നമുക്ക് ചിലപ്പോൾ ഇഷ്ടമില്ലെങ്കിലും അങ്ങനെ ചെയ്യാൻ നമുക്ക് പാപം ചെയ്യാനിടയായിത്തീരും. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഹല്ലേലൂയ, ഈ തർജ്ജമ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ അല്ലെ പകർത്തി എഴുതുന്ന ആളുകൾ സ്തോത്രം വളരെ വിശുദ്ധിയോടും വേർപാടോടും കൂടിയാണ് ഈ പകർത്തി എഴുതുന്നത് പോലും. ആ പേന പോലുമുള്ള മഷിയൊക്കെ പകർത്തി എഴുതുന്നത് വളരെ വിശുദ്ധിയോടെയാണ് ആ കാര്യം ചെയ്തുകൊണ്ടിരുന്നത്. സ്തോത്രം. അപ്പോൾ ആ ഒരു നാമം, യഹോവയുടെ നാമം വൃഥാ എടുക്കരുതെന്ന് ദൈവത്തിൻ്റെ വചനം പറയുക. അപ്പോൾ പലരും പല രീതിയിൽ വ്യാഖ്യാനിപ്പാനിടയായിത്തീരും. നമ്മൾ മഹാപീഡനത്തിന് മുമ്പ് സഭ എടുക്കപ്പെടുമെന്നുള്ളതാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. മഹാപീഡനത്തിന് മുമ്പ് സഭ എന്തു ചെയ്യും? എടുക്കപ്പെടും. ചിലർ പറയും മഹാപീഡനത്തിൽ കൂടെ സഭ കടന്നു പോകുമെന്ന്. അങ്ങനെ താല്പര്യമുള്ളവർ അങ്ങനെ കടന്നു പോക്കോട്ടെ. അല്ലാതെ നമ്മളതിനോട് വാശി പിടിക്കാനും വഴക്കുണ്ടാക്കാനും പോയിട്ട് കാര്യമില്ലല്ലോ. ചില ആളുകൾ
ഞാൻ പിടിച്ച മുയലിന് 2 കൊമ്പാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. വേദപുസ്തകത്തിലെ ചില തെളിവുകളും എല്ലാം കൂടെ നമ്മൾ വായിക്കുമ്പോൾ നമുക്കിങ്ങനെയാണ് മനസ്സിലാകുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. നമുക്ക് ചില കാര്യങ്ങൾ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിൻ്റെ ആ കാലത്തെക്കുറിച്ച് ശിഷ്യന്മാർ കർത്താവിനോട് ചോദിച്ചു. നമുക്കെല്ലാം അറിയാം. കർത്താവ് പറഞ്ഞു, പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ളത് അറിയാൻ കഴിയും, പുത്രനും കൂടെ അറിയുന്നില്ല എന്ന് പറയുവാനിടയായി തീർന്നു. അപ്പോൾ ആളുകൾ ചിന്തിക്കും, പിതാവ് അറിയുന്ന, പിതാവും പുത്രനും ഒന്നാണ്, എങ്ങനെ അറിയാത്തതെന്ന് ചിലപ്പോൾ ചിന്തിക്കും. എന്ന് വെച്ചാൽ ആ ഒരു സമയം, സ്തോത്രം, കർത്താവ് പൂർണ്ണ മനുഷ്യനുമായിട്ടാണ് ആ സമയം ആയിരിക്കുന്നത്. സ്തോത്രം. അത് കർത്താവ് പങ്കുവെക്കുവാൻ ആഗ്രഹിച്ചില്ല. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്, ഹെഡിങ് പിള്ളേർ എഴുതേണ്ടത് മഹാപീഡനത്തിന് മുമ്പ് സഭ എടുക്കപ്പെടുമെന്നുള്ളതാണ്. മഹാപീഡനത്തിന് മുമ്പ് സഭ എടുക്കപ്പെടും. ഹല്ലേലൂയ. നമ്മൾ വെളിപ്പാട് പുസ്തകം 4 മുതൽ 19-ാം അധ്യായം വരെയാണ് മഹാപീഡനകാലം. മഹാപീഡനകാലം നമ്മൾ പല വാക്യങ്ങളിൽ പഴയ നിയമത്തിലുമൊക്കെ ഇതിനെക്കുറിച്ച് വായിച്ചിട്ടുണ്ടെങ്കിലും വെളിപ്പാട് പുസ്തകത്തിൽ, സ്തോത്രം, 4 മുതൽ 19 വരെയുള്ള അധ്യായങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. ആ അത്രയും കാലമാണ്, സ്തോത്രം, എന്ത്, മഹാപീഡനത്തിൻ്റെ കാലം. സ്തോത്രം. ഈ മഹാപീഡനത്തിൻ്റെ കാലത്തിന് മുമ്പ് സഭ എടുക്കപ്പെടുമെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യവും 11-ാമത്തെ വാക്യവും ഒന്ന് വായിക്കാം. സ്തോത്രം. വെളിപ്പാട് ഞാൻ മഞ്ഞ നിറമുള്ളൊരു കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന് മരണം എന്നു പേർ. പാതാളം അവനെ പിന്തുടർന്നു. അവർക്ക് വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നുകളവാൻ ഭൂമിയുടെ കാലാംശത്തിന്മേൽ അധികാരം ലഭിച്ചു. 11-ാമത്തെ വാക്യം കൂടെ. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പമുണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു. അത്തിവൃക്ഷം പെരുങ്കാറ്റ് കൊണ്ട് കുലുങ്ങിയിട്ട് കായ് ഉതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. 15-ഉം 16-ഉം. ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകല ദാസനും സ്വതന്ത്രനും ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും, ഞങ്ങളുടെ മേൽ വീഴുവീൻ, സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുഖം കാണാതെ വണ്ണവും കുഞ്ഞാടിന്റെ കോപം തട്ടാതെ വണ്ണവും ഞങ്ങളെ മറപ്പീൻ. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം നമ്മൾ ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവക്രോധം എന്ത് ചെയ്യുകയാണ്? ചൊരിയുക. ദൈവക്രോധം ചൊരിയുമ്പോൾ ഈ സമയങ്ങളിൽ സഭയെക്കുറിച്ച് ഒരു കാര്യവും പറയുന്നില്ല. ദൈവക്രോധം ഭൂമിയിൽ ഇങ്ങനെ ചൊരിയപ്പെടുമ്പോൾ സഭ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അവരെക്കുറിച്ച് പറഞ്ഞേനും. കാരണം ദൈവകോപം ഭൂമിയുടെ മേൽ എന്ത് ചെയ്യുക? ചൊരിയപ്പെടുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരുന്ന സഭയെക്കുറിച്ച് പറഞ്ഞേനും. ഇനി അടുത്തതൊരു കൺഫ്യൂഷനുള്ളൊരു കാര്യമാണ് പറയാൻ പോകുന്നത്. അത് ദുരുപദേശമാണെന്ന് ആരും ചിന്തിക്കരുത്. സഭ ഇവിടുന്ന് എടുക്കപ്പെട്ടതിന് ശേഷവും വിശുദ്ധന്മാർ ഭൂമിയിലുണ്ട്. സഭ ഇവിടെ നിന്ന് എടുക്കപ്പെടുന്നതിന് ശേഷവും എല്ലാവരും നിങ്ങൾ പാസ്റ്റർ ദുരുപദേശം തുടങ്ങിയൊന്ന് ചിന്തിക്കരുത് കേട്ടോ. സഭ ഇവിടെ നിന്ന് എടുക്കപ്പെട്ടതിന് ശേഷം ഭൂമിയിൽ എന്തുണ്ട്? വിശുദ്ധന്മാരുണ്ട്. പക്ഷേ അവർ ദൈവസഭയുടെ അംഗങ്ങളല്ല. കറക്റ്റായിട്ട് മനസ്സിലാക്കണം, ഞാൻ പറയുന്ന കാര്യം മനസ്സിലാക്കണം. അവർ ദൈവസഭയുടെ അംഗങ്ങളല്ല. സ്തോത്രം. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ ഈ ബൈബിൾ ക്ലാസ്സിന് വിലയില്ലാത്തതിൻ്റെ കാരണം എന്നാണെന്നറിയാമോ? നമ്മളതിനു വേണ്ടി ഒരു വില കൊടുക്കുന്നില്ല. മറ്റുള്ളിടത്തൊക്കെ ആണെങ്കിൽ നമ്മൾ 10,000, 5,000, 10,000 രൂപ കൊടുത്താച്ചാണ് 2 മണിക്കൂറത്തേക്ക് ഒരാളെ ക്ലാസ്സിന് വിളിക്കുന്നത്. അപ്പം നമുക്ക് കാശ് മുടക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല വില തോന്നും. അടിപൊളി പ്രസംഗമായിരുന്നെന്ന് പറയും. കാരണം നമ്മൾ ഇതിപ്പോൾ ഫ്രീ ആകുന്നതുകൊണ്ട് ഇതിനൊരു വിലയില്ല. മറ്റേ ഏതെങ്കിലും ഒരു ക്ലാസ് ഞാനും ചിലയിടത്തൊക്കെ പോകാറുണ്ട്. അപ്പോൾ അവർക്കത് നമ്മൾ പൈസയൊന്നും മേടിക്കുന്നില്ലെങ്കിലും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇതിൻ്റെ ഈ കാര്യം കേൾക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. സ്തോത്രം, ഹല്ലേലൂയ. ചെറിയൊരു കാര്യമല്ല. സ്തോത്രം.
ഇവിടെ ഇനി മഹോപദ്ര കാലത്ത് ദൈവസഭ എടുക്കപ്പെട്ടതിന് ശേഷം, ഞാൻ ദുരുപദേശമല്ല പറയുന്നത്, വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 7. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാനും ഇവിടെ കേട്ടോ. അപ്പൊ ദൈവസഭ ഇവിടെ എന്ത് ചെയ്തു? 4-ാം അധ്യായത്തിന് മുമ്പ് ദൈവസഭ എടുക്കപ്പെട്ടു. ഹല്ലേലൂയ. മനസ്സിലാക്കണം, 4-ാം അധ്യായത്തിന് മുമ്പ് ദൈവസഭ ഇവിടെ നിന്ന് എടുക്കപ്പെട്ടു. 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയുക, വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യുവാൻ. ഏതാണ്? എതിർ ക്രിസ്തുവും അവൻ്റെ ആളുകളും വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് ജയിപ്പാൻ. സ്തോത്രം. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, ദൈവസഭ, യഹൂദൻ അല്ലെങ്കിൽ ആ സമയത്തുള്ള ആളുകൾ യേശുവിനെ അംഗീകരിച്ചാൽ മാത്രമേ കാന്തയായിട്ട് പോകാൻ കഴിയത്തുള്ളൂ. കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച്. ഞാൻ താഴോട്ട് വിശദമായിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. സ്തോത്രം. ദൈവസഭ എടുക്കപ്പെട്ടതിന് ശേഷം ഈ ഭൂമിയിൽ ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കുമ്പോൾ, ഈ ക്രോധമെല്ലാം കൂടെ സംഭവിക്കുമ്പോൾ, ഈ ഉള്ളിൻ്റെ ഉള്ളിലൊരു ജീവനുണ്ട് കേട്ടോ. എല്ലാ മനുഷ്യത്തിനും ദൈവത്തിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ഒരു ജീവനുണ്ട്. സ്തോത്രം. ഇപ്പോഴത്തെ ലോക സംഭവങ്ങൾ നമ്മളൊന്ന് വിചാരിച്ച് നോക്കിക്കേ. ഇപ്പം എന്തെങ്കിലും ഇസ്രായേലിനെ കുറിച്ച് വാർത്തയില്ലാത്ത ഏതെങ്കിലും ഒരു പത്രമുണ്ടോ? ഏതെങ്കിലും? നമ്മൾ ഒന്നും കേട്ടില്ലെങ്കിലും അതൊന്ന് കേൾക്കണം കേട്ടോ. ഇപ്പം സത്യം എന്താണെന്ന് ആളുകൾക്ക് പലർക്കും പിടികിട്ടുന്നില്ല. കാരണം പല കാര്യങ്ങളിലും, സ്തോത്രം, യഥാർത്ഥമായ വാർത്തകളല്ല വിടുന്നത്. നമ്മുടെ നാട്ടിലെ 2 ഭരണസമിതികളും ഇസ്രായേലിനെതിരാണ്. അപ്പോൾ 2 വാർത്തകൾ എനിക്ക് ദേശാഭിമാനിയുണ്ട്, മലയാള മനോരമയുണ്ട്. ഇവർ ചേട്ടൻ്റെ അനിയൻ്റെ മക്കൾ പോലെ എനിക്ക് തോന്നുന്നത്. കാരണം എന്നാന്ന് ചോദിച്ചാൽ, അവർ 2 പേരും ഇസ്രായേലിനെതിരായിട്ടാണ് വാർത്തകൾ കൂടുതൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ സംഭവിക്കുന്ന എന്താ? നിരപരാധികളായ ആളുകളെ, 1200 ചില്ലറ ആളുകളെ, നിരപരാധികളെ കൊന്ന് അന്ന് മുതലായി യുദ്ധം തുടങ്ങാൻ കാരണം. അതിനുശേഷം ഇപ്പോൾ 600 ഏതാണ്ട് ഒത്തിരി ദിവസം, 700 ദിവസത്തോടടുക്കലായി യുദ്ധം തുടങ്ങിയിട്ട്. അപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന ഈ രാജ്യം അവരുഴന്ന് നടന്നവരാണ്. ദേശമില്ലാതെ നൂറ്റാണ്ടുകളായി ഉഴന്ന് നടന്നവരാ നമ്മുടെ ഈ നാട്ടിലും ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ സമയമായപ്പോൾ ദൈവത്തിൻ്റെ പ്രവചന നിമിത്തമാണ് അവർ ഇസ്രായേലിലേക്ക് മടങ്ങിച്ചെല്ലാനിടയായത്. സ്തോത്രം. യെശയ്യാപ്രവചനത്തിൽ ഒരു വാക്യമുണ്ട്, പ്രാവുകളെ പോലെ പറന്നു വരുന്നവരിവരാർ. 60-ലാന്നോ 61-ലാന്നോ അവിടെ എഴുതിയിരിക്കുകയാണ്. പ്രാവുകളെ പോലെ പറന്നു വരുന്നവർ. ഇസ്രായേലിലേക്ക് ആളുകളെല്ലാം ചെന്നു. ദൈവം അവർക്കൊരു രാജ്യ യഥാസ്ഥാനമാക്കി കൊടുത്തു. സ്തോത്രം. ഈ അവിടെ ചുറ്റുമുള്ള ജാതികൾ അവരെ ഇല്ലായ്മ ചെയ്യുവാൻ വളരെ ശ്രമിച്ചു. എന്നാൽ സ്തോത്രം, ഹല്ലേലൂയ, ദൈവം അവരെ നിലനിർത്തി. വിശേഷമായൊരു ജ്ഞാനം, വിശേഷമായൊരു ബുദ്ധി അവർക്ക് നൽകുവാനിടയായി തീർന്നു. ഇപ്പോൾ നമുക്കറിയാം, അവരുടെ ആണവ നിലയം നിൽക്കുന്നത് 250 അടി താഴെ ആണ്. അപ്പോൾ അമേരിക്കയുടെ ബോംബുണ്ടെങ്കിൽ അത് അതിനകത്ത് പുലർന്ന് ചെല്ലാൻ പറ്റുള്ളൂ. ഇന്ന് വൈകിട്ട് ഞാനൊരു വാർത്ത കേട്ടു, അമേരിക്ക ബോംബ് കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ ബോംബ് വേണ്ട, ഞങ്ങൾ വേറെ ടെക്നോളജി ഉപയോഗിച്ചോളാം എന്നവർ പറഞ്ഞു. ഈ ടെക്നോളജി, ജ്ഞാനവും എല്ലാം ആരുടെയാണ്? ദൈവം അവർക്ക് നൽകിയതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇസ്രായേലിനെതിരായിട്ടൊരു പ്രകടനം നടന്നപ്പോൾ ഒരു പെങ്കൊച്ച് അവരുടെ പതാക ഉയർത്തിപ്പിടിച്ചു, ഇസ്രായേലിൻ്റെ. അവർ പറഞ്ഞു അവരുടെ ഷീൽഡും വ്യോമപ്രതിരോധവും അവരുടെ ടെക്നോളജിയാണ് ഇവിടെ കൂടുതലുള്ളത്, അതെല്ലാം കൂടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നിട്ട് അവർക്കെതിര് പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറയുന്നത്, സ്തോത്രം, ഈ സംഭവങ്ങളെല്ലാം കാണുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ ബൈബിൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതെല്ലാം നിവൃത്തിയായിക്കൊണ്ടിരിക്കുക. ഇനി ആരും സന്തോഷിക്കേണ്ട കാര്യമില്ല. ഇസ്രായേലിൽ തോക്കും, അവസാനം ഒരു തോക്കും. കുത്തിയവങ്കിലേക്ക് നോക്കി അവരെന്ത് ചെയ്യും? നിലവിളിക്കും. സകല ജാതികളും അവർക്കെതിരായി വരും. അങ്ങനൊരു സമയമുണ്ട്. നമ്മൾ ഇനി ഹർമഗദോനെക്കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട്, എന്നാലും ആകാംക്ഷ അങ്ങ് പോകാൻ വേണ്ടി പറയാം. സകല ജാതികളും ഇപ്പോൾ എല്ലാ ഹൈവേകളും മധ്യപൂർവ്വത്തേക്ക് പോകുക. എന്താ ഇന്ന് എക്സ്പ്രസ് ഹൈവേയുടെയൊക്കെ കാര്യം? സ്റ്റേറ്റ് ഹൈവേ, എക്സ്പ്രസ് ഹൈവേ. ഇപ്പോൾ ഇവിടുന്ന് നമുക്ക് കന്യാകുമാരി വരെ പോകണമെങ്കിൽ ഒരു പാടുമില്ല. നല്ല വഴികളുണ്ടെങ്കിൽ കയറി അങ്ങ് വിട്ടേച്ച്, ഇനി വഴി അറിയത്തില്ലെങ്കിൽ വഴിയുണ്ട്, സിഗ്നലുണ്ട്. അതുപോലെ കിഴക്കൻ രാജ്യങ്ങളിൽ കൂടെ വഴി പോകുന്നുണ്ട്.
ഈ വഴികളെല്ലാം എക്സ്പ്രസ് ഹൈവേകളാകുക. ഇതെല്ലാം യഹോശാഫാത്ത് വരെ ചെല്ലും. ഹല്ലേലൂയ. എല്ലാ ജാതികളും അതിനകത്ത് നമ്മളിപ്പം ഞാൻ ഇസ്രായേലിന് അനുകൂലം പറഞ്ഞെന്നുള്ള ചിന്ത വരരുത്, കാരണം ഇത് ലൈവായി പോകുന്ന എല്ലാ ജാതികളും ഇസ്രായേലിനെതിരായിട്ട് വരും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മ. അന്ന് എല്ലാവരും ഇസ്രായേലിൽ കൂടുതൽ ശതമാനം ആളുകൾ കൊല്ലപ്പെടും. എന്നിട്ട് ഇസ്രായേലിലെ സ്ത്രീകൾ പറയും, ഒരു പുരുഷനോട് വിളിച്ചിട്ട് പറയും, നീ ഞങ്ങളുടെ ഭർത്താവായിട്ട് പേരിനിരുന്നാൽ മതി. കാരണം ഞങ്ങൾക്കുള്ളത് കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തോളാം, അഹോവൃത്തി കഴിച്ചോളാം. എന്ന് വെച്ചാൽ മിസ്സസ് സോ ആൻഡ് സോ എന്നൊന്ന് പറയാനുള്ള പേര് വരാൻ വേണ്ടി പറയുന്നൊരു കാലം ഇസ്രായേലിന് വരാൻ പോവുക. ഇന്ന് ആളുകൾ ഇസ്രായേൽക്കാരിൽ എത്ര ശതമാനം ആളുകൾ എനിക്കത് കറക്റ്റായിട്ട് പറയാൻ പറ്റുകയില്ല, കൂടുതൽ നല്ലൊരു പെർസെൻറ്റേജും മശിഹായെ വിശ്വസിക്കാത്തവരാണ്. ഞാൻ യഹൂദനോട് സുവിശേഷം പറഞ്ഞിട്ടുള്ളവനാണ്. അവരംഗീകരിക്കത്തില്ല, സമ്മതിക്കത്തില്ല. കാരണം അവരത് സമ്മതിക്കത്തില്ല. കാരണം അവർക്ക് പറ്റിയ കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ അവരൊരു വീണ്ടെടുപ്പുകാരനെയാണ് കണ്ടുകൊണ്ടിരുന്നത്. റോമാ ഗവൺമെൻറ്റിൻ്റെ പീഡനത്തിലായിരിക്കുമ്പോൾ അതിൽ നിന്ന് വിടുവിക്കുന്ന ഒരുത്തനെയാണ് അവർ ശ്രദ്ധിച്ചത്. ഇങ്ങനെ കാലിത്തൊഴുത്തി പിറന്ന് ദാരിദ്ര്യത്തിൻ്റെ ദാരിദ്ര്യമായിട്ട് ഒരു പശുക്കിടാവിനെ പോലും അല്ലെങ്കിൽ ഒരു ആട്ടിൻകുട്ടിയെപ്പോലും യാഗം കഴിപ്പാൻ നിവൃത്തിയില്ലാത്ത വീട്ടിൽ ജനിച്ച് ഒരു തച്ചൻ്റെ മകനായി ജനിച്ച് ക്രൂശിലെ മരണത്തിൽ ക്രൂശിക്കപ്പെട്ട ഒരുത്തനെ അവരുടെ ചിന്ത പോലും അവർക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, അവർ കർത്താവിനെ ത്യജിച്ചു കളഞ്ഞതുകൊണ്ടാണ് നമുക്ക് ഈ രക്ഷ വന്നത്. ഹല്ലേലൂയ. അവർ കർത്താവിനെ ത്യജിച്ചു കളഞ്ഞുകൊണ്ട് നാമം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. നമുക്ക് ഈ രക്ഷ വരാനുണ്ടായ കാരണം അവർ ത്യജിച്ചു കളഞ്ഞുകൊണ്ടാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അന്നേരവും വിശുദ്ധന്മാരുണ്ട്. അപ്പോൾ അവർ ദൈവത്തെങ്കിലേക്ക് തിരിയും. അന്തിക്രിസ്തു അവൻ്റെ ബിംബമൊക്കെ സ്ഥാപിക്കുമ്പോൾ ഉള്ളിൽ വചനമുള്ള ആളുകൾ എതിർക്കും. അപ്പോൾ അവർ പീഡിപ്പിക്കപ്പെടും. അന്തിക്രിസ്തുവിൻ്റെ കാലത്താണ് 666 എന്ന് പറയുന്ന മുദ്ര കൈമേലോ നെറ്റിമേലോ ഏൽക്കാത്തവന് വിൽക്കാനും വാങ്ങാനും വയ്യാത്ത അവസ്ഥ വരും. ഹല്ലേലൂയ. നമ്മൾ ചോദിക്കും വെറുതെയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ കൊണ്ടുവന്ന് റേഷൻ കടയിൽ കൈകുത്തിയിട്ട് കൈ സമ്മതിച്ചില്ല. റേഷൻ കടയിലെ ആ മെഷീൻ പറഞ്ഞു ഒന്നുകൂടെ വെക്കാൻ പറഞ്ഞു, കൈ വെക്കാൻ പറഞ്ഞു. കാരണം നമ്മുടെ വരയായിട്ട് മാറ്റി വയ്ക്കുന്നില്ല. അപ്പോൾ ബേബി എന്നോട് പറഞ്ഞു ചൂണ്ടുവിരൽ വെക്കാൻ പറഞ്ഞു. ചൂണ്ടുവിരൽ വെച്ചപ്പോൾ ഓക്കെ ആയി. ഞാനത് വെക്കാതെ അവൻ അടുത്ത് പരിചയമുള്ളവനാന്ന് പറഞ്ഞാലും അത് ഓക്കെ ആകാതെ സാധനം കിട്ടത്തില്ല. ഇത്രയും വന്നിട്ടും കൈമേലല്ലോ ഒന്നും വരച്ചിട്ടില്ലല്ലോ. ഇനി ഇലക്ട്രോണിക്കലായിട്ട് കൈമേലോ നെറ്റിമേലോ അവൻ്റെ മുദ്രയായ 666 ചേർന്നുള്ള നമ്പർ എന്ന് വെച്ചാൽ കോഡ് 666 ആയിരിക്കും. അതിനോട് ചേർന്ന് നമ്മളുള്ള നമ്പർ. ഹല്ലേലൂയ. നമ്മുടെ ബാങ്കിലെ പാസ്ബുക്കുള്ള ആളുകൾ ശ്രദ്ധിക്കണം, നമ്മുടെ അക്കൗണ്ട് നമ്പറിൻ്റെ വലിപ്പം ഒന്ന് നോക്കണം. നമ്മളെ ആ അക്കൗണ്ട് നമ്പറുള്ള ഒരുത്തം നമ്മൾ മാത്രമേ ഉള്ളൂ. കാരണം അത്ര നമ്പറാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ്. ഞാൻ പറഞ്ഞ പണ്ട് എൻ്റെ ഇവിടെ SB അക്കൗണ്ട് 4756 ആയിരുന്നു കാനറ ബാങ്കിലെ അക്കൗണ്ട്. 50 വർഷം മുമ്പ് തുടങ്ങിയത്, 50 വർഷം മുമ്പ് 47. അന്ന് അത്രയും പേരെ ഉള്ളായിരുന്നു. ഇപ്പോൾ ആ നമ്പറെല്ലാം മാറ്റി അതങ്ങ് ഇതായി. കാരണം ഇതെല്ലാം ഇപ്പോൾ കണക്റ്റഡാണ്. ഹല്ലേലൂയ. ഇതെല്ലാം കണക്റ്റഡാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ബാങ്കിൽ എന്ത് കാര്യങ്ങൾ കാണിച്ചാലും തമ്മിലൊരു ബന്ധമുണ്ട്, അവർക്കറിയാം. ചില ആൾ ഇപ്പോൾ 50,000 രൂപ കൂടുതൽ ഒന്നിച്ച് ബാങ്കിൽ കൊണ്ടുപോയി ഇടാൻ പറ്റത്തില്ല, പാൻ കാർഡ് കൊടുക്കണം. അതിന് അവരെ പറ്റിക്കാൻ വേണ്ടി ആളുകൾ 45,000 ഇട്ടേച്ച് ഇന്നിട്ടേച്ച് നാളെ കഴിഞ്ഞ് 45,000 ഒക്കെ ഇട്ടെന്ന് വെച്ചോ, ചിലപ്പോൾ അങ്ങ് കയറിപ്പോവും. പക്ഷേ എപ്പോഴാണ് പിടി വരുന്നതെന്ന് അറിയത്തില്ല. കാരണം അവർ നോക്കിയാൽ അവർക്കിതെല്ലാം മനസ്സിലാകും നാം എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും. അതുകൊണ്ട് പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണമേ. അപ്പോൾ വിശുദ്ധന്മാർ അന്നുണ്ട്. വെളിപ്പാട് 13:19 വായിച്ചേ. വെളിപ്പാട് 13:10. അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും, വാൾ കൊണ്ട് കൊല്ലുന്നവൻ വാളാൽ മരിക്കേണ്ടി വരും. ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും കണ്ടോ, അതാ ഞാൻ പറഞ്ഞത്. സഭ എടുക്കപ്പെട്ടതിന് ശേഷവും വിശുദ്ധന്മാരായിട്ട് ഒരു കൂട്ടം ആളുകളുണ്ട്. ഇവിടെ അതാ ഞാൻ പറഞ്ഞത്, ദുരുപദേശം അല്ല പറയുന്നത്. ഇത് കേൾക്കുന്ന പലരും എനിക്കിനി കമൻറ്റ് വരും. വിശുദ്ധന്മാരുടെ സഹിഷ്ണുത. ഹല്ലേലൂയ. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ വിശുദ്ധന്മാരുടെ സഹിഷ്ണുത ആവശ്യമാണ്.
അപ്പോൾ കാലാകാലങ്ങളിൽ ദൈവം ഓരോരുത്തരെ എഴുന്നേൽപ്പിക്കുകയാണ്. താഴോട്ട് വരുമ്പോഴേ അത് മനസ്സിലാകത്തുള്ളൂ. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 45-ാം അധ്യായത്തിൽ ദൈവം തമ്പുരാൻ ജാതീകമായ ഒരു രാജാവിനെയാണ് ഉണർത്തുന്നത്. ഇസ്രായേലിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, അവൻ്റെ ആലയം പണി കാര്യങ്ങൾക്ക് വേണ്ടി ജാതീകമായ ഒരു രാജാവിനെ എന്ത് ചെയ്യുകയാണ്? ഉണർത്തുക. അതൊന്ന് വായിച്ച്. യഹോവ തന്റെ അഭിഷിക്തനായ കോരേശിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവന് ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചുകളെ അഴിക്കേണ്ടതിനും കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവന്റെ വലങ്കൈ പിടിച്ചിരിക്കുന്നു. ജാതീയമായ ഒരു രാജാവിനെ ദൈവത്തിൻ്റെ പദ്ധതികൾ നിറവേറ്റാൻ വേണ്ടി, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, നമ്മൾ മനസ്സിലാക്കണം. ഈ ബാബിലിൻ്റെ ആ നദിയുടെ ആ നെബൂഖദ്നേസറിൻ്റെ അനന്തര അവകാശികൾ വരുമ്പോഴത്തേക്ക് ആ കൊട്ടാരത്തിൻ്റെ അകത്ത്, സ്തോത്രം, ഹല്ലേലൂയ, ആറിൻ്റെ അടിയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഇത് വരുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അതിൻ്റെ അടിയിൽ നിന്നാണ് അത് വരുന്നത്. പക്ഷേ അതിൻ്റെ വാതിലുകൾ അടയ്ക്കാൻ അവരന്ന് മറന്നുപോയി, കാവൽക്കാർ. നിങ്ങൾ എന്നോടൊപ്പം ഒന്ന് വരട്ടെ, കുഞ്ഞുങ്ങൾ അങ്ങനെ വാതിലുകൾ അടയ്ക്കാൻ മറന്നുപോയി. ഇവിടെ പ്രവാചകനെ കൂടി പറയുകയാണ്, വാതിലുകൾ, പ്രവചനം കിടക്കുക, വാതിലുകൾ അവന് തുറന്നിരിക്കേണ്ടതിന് ദൈവം ഈ കാവൽക്കാർ ഉറങ്ങിപ്പോകാൻ കാരണവും മറന്നു പോകാൻ കാരണവും ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അപ്പം ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി ദൈവം ഓരോരുത്തരെ എഴുന്നേൽപ്പിക്കാനായിട്ടിടയായിത്തീരും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി ഇന്ന് രാത്രി നമ്മളെ ഓരോരുത്തരെ എഴുന്നേൽപ്പിച്ചേക്കുന്ന ദൈവത്തിന് ഓരോ പദ്ധതിയുണ്ട്. എല്ലാവരും മനസ്സിലാക്കണം, പാസ്റ്ററെ കൊണ്ട് മാത്രമല്ല പദ്ധതി, നമ്മളെ കൊണ്ട് ഓരോരുത്തർക്കും ദൈവത്തിന് ഓരോ പദ്ധതിയുണ്ട്. നമ്മളെ ഓരോരുത്തരും ഓരോ പദ്ധതിയുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഓരോരോ പദ്ധതിയുണ്ട്. സ്തോത്രം ദൈവത്തിന്. ഹല്ലേലൂയ. ദൈവത്തിന് ഓരോരോ പദ്ധതിയുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. നമ്മളെ ഓരോരുത്തരെ കുറിച്ച് ഓരോരോ പദ്ധതിയാണ് ദൈവത്തിനുള്ളത്. സ്തോത്രം, ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ. സ്തോത്രം, ഹല്ലേലൂയ. ഈ മഹാപീഡന കാലത്തെക്കുറിച്ച് പറയുന്നത് യെരമ്യാ പ്രവാചകൻ്റെ പുസ്തകം 37-ാം അധ്യായവും ലൂക്കോസിൻ്റെ സുവിശേഷം 21-24 എന്നെടുത്തുകേ. സ്തോത്രം, യെരമ്യാവ് 30:7 പറയുന്നത്, സ്തോത്രം, യാക്കോബിൻ്റെ കഷ്ടകാലം എന്ന് വെച്ചാൽ ഇസ്രായേലിൻ്റെ കഷ്ടകാലമാണ്. അപ്പോൾ ഈ നമ്മുടെ നാട്ടിലുള്ളവർക്കെല്ലാം സന്തോഷിക്കാനുള്ള വകയുണ്ട്. എന്താണെന്നറിയാമോ? യാക്കോബിനൊരു കഷ്ടകാലമുണ്ട്. നമ്മളിപ്പോൾ യാക്കോബിന് ഇസ്രായേലിനും അനുകൂലം പറഞ്ഞെന്നോർത്ത് ആരും വിഷമിക്കണ്ട. അവർക്കൊരു കഷ്ടകാലം വരാൻ പോവുക. എല്ലാവർക്കും സന്തോഷിക്കാനും അന്യോന്യം സമ്മാനം കൊടുത്തയക്കാനും വേണ്ടി ഉള്ളൊരു കഷ്ടകാലം അവർക്ക് വരാൻ പോവുക. അന്നേരം ആർക്കെങ്കിലുമൊക്കെ തൃപ്തിയാവുമെന്ന് തോന്നുന്നു. യാക്കോബിനൊരു കഷ്ടകാലമുണ്ട്. അതുമാത്രമല്ല, ജാതികൾ യെരൂശലേം എന്തു ചെയ്യും? ചവിട്ടിക്കളയും. ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായം 24-ാമത്തെ വാക്യം. ജാതികൾ ഇപ്പം ഒന്നും നടക്കത്തില്ല. ജാതികൾ എന്തു ചെയ്യും? 21-ന്റെ വാഴ്ത്തലയാൽ വീഴുകയും അവരെ സകല ജാതികളിലേക്കും ബദ്ധരായി കൊണ്ടുപോകുകയും. ആരെ? യഹൂദന്മാരെ. അപ്പൊ സന്തോഷമായല്ലോ. യഹൂദന്മാരെ സകല ജാതികളിലേക്കും എന്ത് ചെയ്യും? ബദ്ധരാക്കി കൊണ്ടുപോവുകയും. ജാതികളുടെ കാലം തികയുവോളം, ജാതികളുടെ കാലം ദൈവം അവർക്ക് ഒരു സമയം വെച്ചിട്ടുണ്ട്. അത്രേ ഇവർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്കറിയാമോ, യെരൂശലേമിൻ്റെ എതിരെയുള്ള കിഴക്കാന്ന് തോന്നുന്നു ഒലിവും ഇത് വിലാപമതിൽ. ആ വിലാപമതിലിൽ ഒരു വാതിലുണ്ട്, അടഞ്ഞു പോയ ഒരു വാതിൽ, ഗോൾഡൻ വാതിൽ. അതാർക്കും തുറക്കാൻ കഴിയത്തില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇത്രയോരു ആളുകളുണ്ട്, പക്ഷേ തുറക്കാൻ ആർക്കും പ്രേരിപ്പിക്കുന്നില്ല, തുറക്കാൻ ആർക്കും പറ്റത്തുമില്ല. പക്ഷേ ഇനിയും എന്ത് ചെയ്യാന്നറിയാമോ? നമ്മുടെ മശിഹ അക്ഷരാർത്ഥത്തിൽ വരുമ്പോൾ നമ്മൾ പാട്ട് പാടാറില്ലേ, തുറക്കപ്പെട്ട കിഴക്കേ വാതിലിലൂടെ എന്ന്. ആ വാതിൽ ഇപ്പോൾ അടഞ്ഞവിടെ കിടക്കുക. ഇതെല്ലാം വേദപുസ്തകം സത്യമായ കാര്യമാണ്. ആ വാതിൽ അവിടെ അടഞ്ഞു കിടക്കുക. ആ വാതിൽ കൂടിയാണ്, തുറക്കപ്പെട്ട കിഴക്കേ വാതിലിൽ കൂടിയാണ് കർത്താവ് വരാൻ പോകുന്നത്. ഇപ്പം യെരൂശലേം ദേവാലയം നശിപ്പിക്കപ്പെട്ടപ്പോൾ, യെരൂശലേം പിടിക്കപ്പെട്ടപ്പോൾ
ആലയത്തിൻ്റെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ പോകുമെന്ന് കർത്താവ് പറഞ്ഞത് നിവൃത്തിയായി. കാരണം ആലയത്തിന് തീത്തോസിൻ്റെ ഒരു പട്ടയാളി പന്തം കത്തിച്ചെറിഞ്ഞു, ആലയത്തിന് തീ പിടിച്ചു. ആ ചുവരെല്ലാം സ്വർണം വെച്ചിരിക്കുന്ന അതെല്ലാം ഉരുകി ഒഴുകി ഈ കല്ലിനിടയിലോട്ട് പോയി, ഫൗണ്ടേഷനിലേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് പടയാളികൾ സമ്മതിക്കുമോ? സ്വർണമല്ലേ, സ്വർണമാ. അവരാനെ കെട്ടി ഉഴുതെന്നാണ് ചരിത്രം പറയുന്നത്. യേശു കർത്താവ് പോയിച്ചപ്പോൾ ഈ ദേവാലയത്തിൻ്റെ പണി കാണിച്ചപ്പോൾ കർത്താവ് പറഞ്ഞത് എന്താ? ഇത് കല്ലിന്മേൽ കല്ല് എന്ത് ചെയ്യുകയല്ല, ശേഷിക്കുകയല്ലെന്ന്. അത് നിവൃത്തിയായി. കർത്താവ് മരിച്ച് AD 70 എനിക്ക് തോന്നുന്നത്. AD 70 കർത്താവിൻ്റെ ആ AD 70 അത് സംഭവിച്ചു. കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ അത് തീ വെച്ച് ചുട്ട്. ഇപ്പം ഡോം ഓഫ് ദ റോക്ക് എന്ന് പറഞ്ഞ മുസ്ലിം ദേവാലയം ഇരിക്കുന്നതിനോട് അടുത്താണ് ആ ആലയം ഇരിക്കുന്നത്. അത് മുസ്ലിങ്ങൾ പിടിച്ചെടുത്തു, സ്തോത്രം. എന്നാലും അതിൻ്റെ പുറത്തൊരു മതിലുണ്ടായിരുന്നു. നമ്മൾ വിലാപ മതിൽ ഒന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും. വിലാപ മതിൽ, ആ വിലാപ മതിലാണ്, സ്തോത്രം. കഴിഞ്ഞ ദിവസം ഈ നെതന്യാവ് യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് താൻ തൻ്റെ പ്രാർത്ഥന ആവശ്യം അതിനകത്ത് എഴുതി എന്തു ചെയ്യും? സ്തോത്രം, അതിനകത്ത് വെച്ചു, സ്തോത്രം. എന്നിട്ടാണ് റൈസിംഗ് ലയൺ എന്ന് പറയുന്ന ആ പേരിട്ടത്, സ്തോത്രം. അത് പേരിടാൻ കാരണം യാക്കോബ് യഹൂദയെ ഒന്ന് അനുഗ്രഹിക്കുന്ന ഒരു അനുഗ്രഹമുണ്ട് ആ സ്തോത്രം ഉൽപ്പത്തി പുസ്തകത്തിൽ. യഹൂദയോ അവൻ എന്താ ബാലസിംഹമാണ്, അവൻ കുതിച്ചു വീരുവാനിടയായിത്തീരും. ആ വാക്യം വെച്ചുകൊണ്ടാണ് റൈസിംഗ് സൺ എന്ന് പറയുന്ന ലയൻ എന്നുള്ള ആ അർത്ഥത്തിലാണ് ആ പേരിട്ടത് ഈ യുദ്ധത്തിന്. ഇപ്പോഴും അവർ ചെയ്യുന്നത്, യുദ്ധം ചെയ്യുന്നതിന് മുമ്പ് വിലാപമതിലിൻ്റെ അടുക്കൽ പോയി അദ്ദേഹം പ്രാർത്ഥിച്ചു, സർവശക്തനായ ദൈവമേ, നീ ഞങ്ങളെ സഹായിക്കണമേ. ഇപ്പോഴും യഹൂദന്മാരുടെ പ്രാർത്ഥന ഒന്ന് ഷെയർ ചെയ്താൽ കേട്ടും. കൊച്ചു കുഞ്ഞുങ്ങളുടെ ഒരു പാട്ട് ഞാൻ വഴിയുടെ ഷെയർ ചെയ്തായിരുന്നു. യുദ്ധം നടക്കുമ്പോഴും അവർ ദൈവത്തെ പാടി സ്തുതിക്കുക. അവർ മശിഹായെ അവർക്ക് മനസ്സിലായിട്ടില്ല എങ്കിലും സർവശക്തനായ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ കർത്താവിനെ അവർ പാടി സ്തുതിക്കുക. അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ കർത്താവിനെ അവർ പാടി സ്തുതിക്കുക. ഗോലിയാത്ത് വലിയ പടച്ചട്ടയും കുന്തവും വാളുമായിട്ട് വന്നു. ഹല്ലേലൂയ. ദാവീദിൻ്റെ എൻ്റെ ഒന്നുമില്ല, ഒരു കല്ലുകൊണ്ട് മാത്രമാണ് ഗോലിയാത്ത് വീഴുവാനിടയായത്. അതേ സംഭവം തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. കാരണം ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുക. ഹല്ലേലൂയ. ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുക. പ്രിയമുള്ളവരെ, സ്തോത്രം. ഇസ്രായേൽ കഴിഞ്ഞപ്പോൾ ആ ഒരു വലിയ യുദ്ധമുണ്ടായി. 6 ദിവസം കൊണ്ട് അവരാ യുദ്ധം ജയിപ്പാൻ ഇടയായി തീർന്നു. ആരാ യുദ്ധം ചെയ്യുന്നത്? ദൈവം. ഇന്ന് രാത്രി നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ദൈവഹിതത്തിന് വേണ്ടി നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നൊരു ദൈവമുണ്ട്. ഞാൻ ആ കർത്താവിൽ വിശ്വസിക്കുക. നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരുവനുണ്ട്, നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരുവൻ, നമ്മുടെ ആവശ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ഉണ്ട്. ആ ഒരു കാര്യം നമ്മൾ അറിയണം. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ജാതികളുടെ ഈ ലൂക്കോസിൻ്റെ സുവിശേഷം 21-24 വരെയാണ്. ജാതികളുടെ കാലം തികയോളം ജാതികൾ യെരൂശലേം എന്ത് ചെയ്യും? ചവിട്ടിക്കളയും. യെരൂശലേമിനെ ഞാൻ നിന്നെ ഓർക്കുന്നില്ല എങ്കിൽ, സ്തോത്രം പറഞ്ഞ് നമ്മൾ പറയുന്നുണ്ട്. യെരൂശലേമിൻ്റെ സമാധാനത്തിന് വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. പക്ഷേ ഈ ജാതികളെല്ലാം കൂടി ഒന്ന് മേയാൻ പോവുക. ആർക്കെതിരെയാണെന്നറിയാമോ? ഇസ്രായേലിനെതിരെ. അങ്ങനെ മേയും. സ്തോത്രം. ഇവിടെയും ശ്രദ്ധിച്ചോണം. അപ്പം സഭയെക്കുറിച്ചൊന്നും ഇവിടെ പറയുന്നില്ല. ജാതികളുടെ കാലമെന്ന് പറയുന്നുണ്ട്, പക്ഷേ സഭയെക്കുറിച്ച് എന്ത് ചെയ്യുന്നില്ല? പറയുന്നില്ല. കാരണം സഭ ഇവിടെ ഇല്ല. ഹല്ലേലൂയ. അതാ ഞാൻ പറഞ്ഞ മഹോപദ്രവത്തിന് മുമ്പ് സഭ എടുക്കപ്പെടുമെന്ന് പറയാൻ കാരണം അതാ. സഭയുടെ കാര്യം, ജാതികളുടെ കാലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതുവരെ യെരൂശലേം ചവിട്ടിക്കളയും. ഈ വചനമൊക്കെ നിങ്ങളുടെ ഉള്ളിൽ വേണം കേട്ടോ. മറ്റുള്ളവരോട് സംസാരിക്കാൻ വേണ്ടിയായി കാര്യം പറയുന്നത്. ഇങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ് പുസ്തകത്തിൽ. പക്ഷേ ഇപ്പോൾ യഹൂദനെ സക്രിയ പ്രവാചകന്റെ പുസ്തകം പറയുന്ന പോലെ ചുറ്റുമുള്ള ജാതികൾക്ക് ഭാരമുള്ള കല്ലാക്കി വെക്കുക. ഇപ്പം ചുറ്റുമുള്ള ജാതികൾക്ക് അവിടെ നമ്മുടെ പിണറായി വിജയനൊക്കെ പറയുന്നത് തെമ്മാടി രാഷ്ട്രം എന്നാണ്, തെമ്മാടി രാജ്യം. സത്യത്തിൽ അവരെന്താ തെമ്മാടി? കാരണം തെമ്മാടി തന്നെയാണ്. സ്തോത്രം. ഹമാസ് അവരുടെ ആളുകളെ കൊന്നു, അവരെ നിരപ്പാക്കി. ഹിസ്ബുള്ള തുടങ്ങി, അവരെ നിരപ്പാക്കി.
അതുമാത്രമല്ല, അവർ സിറിയ ഗോലാൻ കുന്ന് അവർ പിടിച്ചെടുത്തു. തെമ്മാടി രാഷ്ട്രമല്ലേ. ഇപ്പോൾ ഇസ്രായേൽ ആണവായുധം അവരുണ്ടാക്കുന്നത് കൊണ്ടാണ് ആണവായുധം അവർ ചർച്ച നീട്ടിക്കൊണ്ട് പോകുന്നതിൻ്റെ കാരണം എന്തായിരുന്നെന്ന് ചോദിച്ചാൽ, ഞാൻ മനസ്സിലാക്കിയത് ചർച്ച നീണ്ടു പോകുമ്പോഴത്തേക്ക് അണുബോംബ് ഇവിടെ തയ്യാറാകും. എന്നിട്ട് ഒറ്റ ബോംബിട്ടാൽ മതി, ഇസ്രായേൽ പിന്നെ ഇല്ല. കേരളത്തിൻ്റെ പകുതി പോലും ഇല്ലാത്തൊരു രാജ്യമാണ്. അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഈ യുദ്ധം നടക്കുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇറാൻ്റെ കയ്യിൽ അണുവായുധം ഉണ്ടെങ്കിൽ അവൻ പൊട്ടിക്കും. ഒറ്റ ബോംബ് ഇവിടെ വീണാൽ ഇതില്ലാതായി പോകും. പക്ഷേ അങ്ങനെ സംഭവിക്കാൻ പറ്റത്തില്ല. അങ്ങനെ സംഭവിച്ചാൽ വേദപുസ്തകം തെറ്റായിട്ട് വരത്തില്ലേ? അവരെല്ലാം കൂടെ ഒറ്റയടിക്ക് നശിക്കാൻ പറ്റത്തില്ല. യഹൂദൻ്റെ ഒരു ശേഷിപ്പ്, ഇവർ പീഡിപ്പിക്കപ്പെടും. എതിർ ക്രിസ്തു അവരെ ഇല്ലായ്മ ചെയ്യും. ഈ എതിർ ക്രിസ്തു വരുന്നതിന് മുമ്പ് ഉപായരൂപേണയാണ് അവൻ വരുന്നത്. ഈ യുദ്ധവും പ്രശ്നവും ഒക്കെ നടക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പള്ളി പണിത് തരാം, ഞാൻ നിങ്ങളെ അങ്ങനെ സോപ്പിട്ട് 3.5 വർഷം അവൻ നന്നായിട്ട് ഭരിക്കും. 3.5 വർഷം കഴിയുമ്പോഴാണ് തനിനിറം പുറത്തേക്ക് വരുന്നത്. പലരുടെയും തനിനിറം പുറത്തേക്ക് വരുന്ന കുറേ കഴിയുമ്പോൾ, ആദ്യമൊന്നും കുഴപ്പമില്ല, തനിനിറം കുറേ കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? പുറത്തേക്ക് വരും. തനിനിറം പുറത്തേക്ക് വരും. ഹല്ലേലൂയ. ഈയിടെ എനിക്ക് തമാശയായിട്ട് തോന്നിയൊരു കാര്യമുണ്ട്. 10,500 വർഷം മുമ്പുള്ള ഒരു ശവക്കുഴി തുറന്നു പുരാവസ്തു ഗവേഷകർ തുറന്നു കഴിഞ്ഞപ്പോൾ തമാശയായിട്ടാണെങ്കിലും എഴുതിയേക്കുന്നത്, ഭർത്താവിൻ്റെ അസ്ഥി അതുപോലെയുണ്ട്, ഭാര്യയുടെ അസ്ഥി ഇപ്പറയുണ്ട്. അപ്പോഴും ഭാര്യയുടെ വാ ഭർത്താവിൻ്റെ നേരെ തുറന്നിരിക്കുകയും, അപ്പം ഭാര്യയുടെ വായ ഭർത്താവിൻ്റെ നേരെ തുറന്നിരിക്കുകയും ആ കയ്യും അങ്ങനെ നിൽക്കുക. അപ്പം ഗവേഷകർ പറയാം ഇവർ ഭാര്യയും ഭർത്താവും തന്നെയായിരുന്നെന്ന്. അപ്പം ഞാൻ പറഞ്ഞത് തമാശയായിട്ട് പറഞ്ഞു, ഞാൻ കണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യാന്നറിയാമോ? സ്തോത്രം, ഹല്ലേലൂയ. എല്ലാം യഹൂദനെ നശിപ്പിക്കാൻ ഇപ്പം പറ്റത്തില്ല. ഒറ്റ അനുഭവം കൊണ്ട് അവനെ നശിപ്പിക്കാൻ പറ്റത്തില്ല. കാരണം അവൻ യാക്കോബിൻ്റെ കഷ്ടകാലം യേശുക്രിസ്തുവിനെ ക്രൂശിക്കുമ്പോൾ അവരെന്താ പറഞ്ഞത്? ആ രക്തം ഞങ്ങളുടെ മേൽ മാത്രം പോരാ, ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെന്ന് ഉഭയസമ്മതം ചെയ്തേക്കുക. അപ്പോൾ ആ രക്തം ഈ ഉഭയസമ്മതം ചെയ്തത് കൊണ്ട് അങ്ങനെ വരും. ഇനി നമ്മളാരും ശ്രദ്ധിക്കരുത് യഹൂദൻ ക്രിസ്ത്യാനിക്ക് അനുകൂലമാണെന്ന്. യഹൂദൻ ക്രിസ്ത്യാനിക്ക് അനുകൂലമല്ല. അവിടെ പിന്നെ ഇവിടെ എല്ലായിടത്തും പള്ളി വെച്ചേക്കുന്നത് അവരുടെ അനുകൂലമായതുകൊണ്ടല്ല. അവരത്രയും ഭൂരിപക്ഷം, ഇന്ന് ലോകത്തിൽ ഏറ്റവും ഭൂരിപക്ഷമുള്ളത് ക്രിസ്ത്യാനികളാണ്. ഏറ്റവും മുസ്ലിങ്ങൾ ഇപ്പോൾ ഓവർടേക്ക് ചെയ്യും, അവർ ഓവർടേക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. ഏറ്റവും കൂടുതൽ അവർ ഓരോ സ്ഥലങ്ങൾ വാങ്ങിച്ച് പള്ളി പണിതേക്കുക. ഇപ്പോൾ ഇസ്രായേലിൽ ആരെങ്കിലും പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ പുസ്തകത്തിൽ പറയുന്ന പോലെയല്ല എല്ലാ സ്ഥലവും പള്ളിയാണ്. എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ബഥാന്യ മുതൽ ഉയർത്തെഴുന്നേറ്റിടം മുതൽ എല്ലായിടത്തും പള്ളിയാണ്. അവരുടെ കയ്യിലായിരിക്കുന്നത്. അപ്പോൾ ആളുകൾ അവിടെ കല്ലറയുടെ അവിടെ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന മലയാളത്തിലും ഇപ്പോൾ കുത്തിവെച്ചിട്ടുണ്ട്. മലയാളത്തിലും അവിടെ എഴുതി വെച്ചിരിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, സ്തോത്രം, സഭയുടെ കാലം സ്തോത്രം എന്നവിടെ എഴുതിയിട്ടില്ല. സ്തോത്രം, ജാതികളുടെ കാലം. സ്തോത്രം. ഇപ്പോൾ നമ്മൾ 2 തെസ്സലോനിയർ 2:6 വായിച്ച് സമയം പോയി, അത് നിർത്താം. 2 തെസ്സലോനിയർ 2:6 വായിക്കുമ്പോൾ അധർമ്മത്തെ തടുക്കുന്ന പരിശുദ്ധാത്മാവ്, 2 തെസ്സലോനിയർ 2:6 മാറ്റപ്പെട്ട ശേഷം മാത്രമേ അധർമ്മമൂർത്തി 2:6 വായിച്ചേ. അവൻ സമയത്തിന് മുമ്പേ വെളിപ്പെടാതിരിക്കേണ്ടതിന്. അവൻ സമയത്തിന് മുമ്പേ ആരാ? അധർമ്മമൂർത്തി, എതിർ ക്രിസ്തു സമയത്തിന് മുമ്പേ വെളിപ്പെടാതിരിക്കേണ്ടതിന് ഇപ്പോൾ തടുക്കുന്നത് എന്ത് എന്ന് നിങ്ങൾ അറിയുന്നു. ഇപ്പോൾ തടുക്കുന്നത് എന്ത് എന്ന് നിങ്ങൾ അറിയുന്നു. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോകും. മാത്രം വേണം. അപ്പോൾ അധർമ്മമൂർത്തി വഴിയിൽ നിന്ന് തടുക്കുന്നത് ഇപ്പൊ പരിശുദ്ധാത്മാവാ. ഇതൊരു വല്ലാത്ത ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന വാക്കാണ്. പരിശുദ്ധാത്മാവ് സഭയുമായി ഇവിടുന്ന് പോകുമെന്നാണ് വചനം പറയുന്നത്. എന്നാൽ ഇപ്പോൾ ഒരു സംശയമുണ്ട്, അപ്പോൾ ഇവിടുത്തെ ലോകത്തിലെ കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുമെന്ന്. എല്ലാം കർത്താവിൻ്റെ കൺട്രോളിലേ നടക്കത്തുള്ളൂ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് സഭയെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് ഇതെല്ലാം സർവശക്തനായ ദൈവത്തിൻ്റെ കളിയല്ലേ.
ഈ മാങ്ങ പോലിരിക്കുന്ന തലയും വെച്ചുകൊണ്ട് നമ്മൾ ചിന്തിച്ചിട്ട് ദൈവത്തോട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെക്കുറിച്ച് വാദപ്രതിവാദം നടത്തുക. നമ്മൾ സർവശക്തനായ ഇഷ്ടമായത് അങ്ങനല്ലേ വിശ്വസിക്കുന്നത്. തടുക്കുന്നവെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. അവൻ മാറിപ്പോയി കഴിഞ്ഞാൽ അധർമ്മമൂർത്തി എന്തു ചെയ്യും? വെളിപ്പെട്ട് വരും. അന്നേരമാണ് അന്തിക്രിസ്തു വെളിപ്പെട്ട് വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. അതിനു മുമ്പ് പരിശുദ്ധാത്മാവുമായിട്ട് നമ്മൾ ഇതിങ്ങനെ വായിച്ച് മനസ്സിലാക്കുമ്പോൾ ദൈവസഭ ഇവിടുന്ന് എന്തു ചെയ്യും? മാറ്റപ്പെടും. അതിനുശേഷമാണ് സ്തോത്രം അധർമ്മമൂർത്തി, കണ്ടോ, എടുത്തു പറയുക, അതിനുശേഷമാണ് അധർമ്മമൂർത്തി വെളിപ്പെട്ട് വരുന്നത്. എന്നിട്ട് പറയുക അത് പിന്നീട് നടക്കുന്ന കാര്യമാണ്. അതാ നമ്മൾ ഇനിയും പാഴോട്ട് പഠിക്കും. അവനെ കർത്താവായ യേശു ക്രിസ്തു അവനെ നിത്യനരകത്തിലേക്ക്, യാതനയിലേക്ക്, നിത്യാഗ്നിയിലേക്ക് തള്ളിക്കളയും. അതൊക്കെ നമ്മൾ പുറകെ പഠിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ദൈവസഭ അതിനു മുമ്പ് എടുക്കപ്പെട്ടു. ദൈവസഭ എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ കാന്ത, മണവാട്ടി എന്നുള്ളൊരു സ്ഥാനം. ഇനി കൺഫ്യൂഷൻ ഇല്ലാതെ മനസ്സിലാക്കാനുള്ളൊരു കാര്യം പറയാം. സ്തോത്രം. ഇസ്രായേലും അല്ലെങ്കിൽ പഴയ വിശുദ്ധന്മാരെല്ലാം കർത്താവിൻ്റെ സ്നേഹിതരാണ്. അത് ഇനി പെട്ടെന്ന് നമുക്ക് മനസ്സിലാകാൻ എളുപ്പം. യോഹന്നാൻ ഒരിക്കൽ കർത്താവ് എൻ്റെ ശിഷ്യന്മാരുമായിട്ട് കൂടുമ്പോൾ പറഞ്ഞു, മണവാളൻ്റെ സ്വരം കേട്ടിട്ട് മണവാളൻ്റെ സ്നേഹിതൻ എന്ത് ചെയ്യുകയാണ്? സന്തോഷിക്കുക. വായിച്ചിട്ടില്ലേ ആ വാക്യം? മണവാളൻ്റെ സ്നേഹിതൻ. ഇപ്പം യോഹന്നാൻ സ്നാപകൻ വരെയുള്ള ആളുകൾ മണവാളൻ്റെ സ്നേഹിതനാണ്. സ്തോത്രം, ഹല്ലേലൂയ. സ്നേഹിതരൊരു കല്യാണത്തിൻ്റെ വീട്ടിൽ നമ്മൾ ചെല്ലുന്നിടത്ത് നമുക്കും സന്തോഷമാണ്. കല്യാണം നല്ല ഫുഡൊക്കെ ഉണ്ടെങ്കിൽ ചിലയിടത്ത് ചെന്നാൽ ഇഷ്ടംപോലെ ഫുഡുണ്ട്, അപ്പോൾ വലിയ സന്തോഷമാണ്. പക്ഷെ വലിയ സന്തോഷമാണെന്നും പറഞ്ഞ് മണവാട്ടിയുടെ മണവറയിലേക്ക് നമുക്ക് ചെല്ലാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ശാപ്പാടടിച്ചേച്ച് നമുക്ക് എന്ത് ചെയ്യാം? പോരാം. വേറെ വല്ല പ്രോഗ്രാമും ഉണ്ടെങ്കിൽ കണ്ടേച്ച് പോരാം. അവരോടൊപ്പം സന്തോഷിക്കാം. ആർപ്പ് വിളിക്കേണ്ടവർ ആർപ്പ് വിളിക്കാം. ഞങ്ങളുടെ ഗോത്രക്കാർ പറയുന്ന പോലെ വേണമെങ്കിൽ ഒരു നട വിളിക്കണമെങ്കിൽ നടയും വിളിക്കാം. ഒരു കുഴപ്പമില്ല, സന്തോഷിക്കാം. പക്ഷെ മണവാട്ടി വേറെ, സ്നേഹിതർ വേറെ. ഹല്ലേലൂയ. മണവാട്ടി വേറെ, സ്നേഹിതർ വേറെ. ഈ മഹോപദ്രവ കാലത്ത് കൊല്ലപ്പെടുന്ന വിശുദ്ധന്മാരുണ്ട്. അന്നേരമാണ് അവർക്ക് കാര്യം പിടികിട്ടുന്നത്. ചിലർക്ക് എന്തെങ്കിലും പിടികിട്ടണേ തലക്കിട്ട് തട്ട് കിട്ടിയാലേ പിടികിട്ടത്തുള്ളൂ. ഞങ്ങളുടെ ഒരു പാസ്റ്റർ ഒരിക്കൽ പ്രസംഗിച്ചു. അദ്ദേഹം കൂത്താട്ടുകുളത്തൂടെ വരുമ്പോൾ ഒരു പന്നിയുടെ തല ഇങ്ങനെ കട്ട് ചെയ്ത് നേരെ നിർത്തിയേക്കുന്നത്. അപ്പോൾ പന്നിയുടെ വാ എന്ത് ചെയ്യാം? ഇവിടെ വന്ന് എം ഇ തോമച്ചാൻ പ്രസംഗിച്ചതാണ്. പന്നിയുടെ തല മുകളിലോട്ട് നിൽക്കുക, കാരണം കുത്തി നിർത്തിയേക്കാമെന്ന്. അപ്പോൾ പുള്ളി പ്രസംഗം, ഞാൻ 35 വർഷം മുമ്പ് പ്രസംഗിച്ച കേട്ടോ. 35 ബ്ലസ്സിയുടെ പ്രായം, 40 വർഷത്തിന് മുമ്പ് പ്രസംഗിച്ചതാണ്. ഹല്ലേലൂയ. അവിടെ ഈ തല പന്നിയുടെ മുകളിലോട്ട് നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കഴുത്തേൽ കത്തി എന്ത് ചെയ്യണം? കയറണം. കഴുത്തേ കത്തി കയറിയാലേ ഇത് വിവരം തല മുകളിലോട്ട് നിൽക്കത്തുള്ളൂ. അപ്പോൾ ചില കാര്യങ്ങൾക്കൊക്കെ തട്ട് കിട്ടിയാലേ നമുക്ക് ബോധം വരുള്ളൂ. ഇപ്പം ഇവർക്ക് തട്ട് കിട്ടി തുടങ്ങിയപ്പോഴാണ് ഇവർക്ക് ബോധം വരുന്നത്. ഇപ്പം കൃപായുഗമാണ്. ഇപ്പോൾ ഒരു തട്ടും കിട്ടാതെ കർത്താവേ എന്നെ രക്ഷിക്കണേ, ഞാനൊരു പാപിയാണ്, എന്നോട് ക്ഷമിക്കണമേ എന്ന് വാസ്തവമായി കർത്താവിനോട് പറഞ്ഞാൽ സൗജന്യം, രക്ഷ സൗജന്യമാണ്. ഒരു കർമ്മമാർഗവും വേണ്ട. പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിനെ കൂടാതെ ഒരു വഴി കൂടെയും സ്വർഗത്തിലേക്ക് പോകാൻ കഴിയത്തില്ല. യേശുക്രിസ്തുവിനെ കൂടാതെ മറിയയിൽ കൂടെയോ സ്ത്രീഹന്മാരിൽ കൂടെയോ വിശുദ്ധന്മാരിൽ കൂടെയോ സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴിയില്ല. യേശുക്രിസ്തു ഏകവാതിൽ, യേശുക്രിസ്തു ഏക സത്യം, യേശുക്രിസ്തു അൽഫയും ഒമേഗയുമാണ്. യേശുക്രിസ്തുവിനെ കൂടാതെ ദൈവരാജ്യത്തിലേക്ക് പോകാമെന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ, ആരെങ്കിലും പഠിപ്പിച്ചാൽ നിങ്ങളുടെ പഠിത്തം വ്യർത്ഥമാണ്. സ്തോത്രം, ഹല്ലേലൂയ. യേശുക്രിസ്തുവിനോട് ജീവിച്ചിരിക്കുമ്പോൾ കർത്താവേ ഞാൻ പാപിയാണെന്ന്, എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ പാപത്തെ ക്ഷമിക്കണമേ, എൻ്റെ ഹൃദയത്തിലേക്കൊന്ന് വരണമേ എന്ന് പറഞ്ഞാൽ കർത്താവ് നമ്മുടെ ഉള്ളിലേക്ക് വരും. ഇപ്പം സൗജന്യമാണ്. ഇപ്പം നമ്മൾ ഫ്രീ ആയിട്ടിരുന്നെല്ലാം കേൾക്കുവാണ്. ഹല്ലേലൂയ. ഇങ്ങോട്ടൊരു മിസൈൽ വരുന്നെന്ന് പറഞ്ഞാൽ നാളെ സഭായോഗത്തിന് ഒറ്റ ഒരുത്തനെ കാണത്തില്ല. ഇവിടെ മിസൈൽ വീഴുമെന്ന് ഒരു എപ്പോഴാമെന്ന് പറയാൻ പറ്റുമോ? ഇവിടെ ഒരു മിസൈൽ വീഴുമെന്ന് പറഞ്ഞാൽ പാസ്റ്ററെ ഫോൺ ചെയ്യും, പാസ്റ്ററെ സംഗതിയൊക്കെ ശരിയാണ്, പക്ഷെ മിസൈൽ വീഴുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഭാര്യയും മക്കളും കൂടെ ഒന്നിച്ചിരിക്കാൻ പൊക്കോളാണെങ്കിൽ ഒന്നിച്ച് പൊക്കോട്ടെന്ന് പറയും. നമ്മുടെ ആരുടെയും കുഴപ്പമല്ല, ഞാൻ ഉൾപ്പെടെ. കാരണം ഇപ്പം വേറെ എവിടെ ഇട്ടെങ്കിലും ജോഗത്തിന് പോകാൻ മിസൈൽ വരുവാന്ന് പറഞ്ഞാൽ, കൊറോണ വരുമെന്ന് പറഞ്ഞ് പേടിച്ചിട്ട് നമ്മൾ പുറത്തിറങ്ങിയില്ല. പിന്നെ ഇപ്പം മിസൈൽ വരുവാന്ന് പറഞ്ഞാൽ നമ്മൾ പോവുമോ? പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണമേ.
ഇപ്പം നമുക്ക് സൗജന്യമായി ഇതെല്ലാം വചനം കേൾക്കാൻ സുലഭമായ അവസരങ്ങളുണ്ട്. അത് നമുക്ക് ഉപയോഗിക്കപ്പെടാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.